നമസ്കാരം. 7ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ് ആണ്. അതിൽ ഡോർസ് ഓഫ് ഡെയറിങ് എന്നുള്ള ചാപ്റ്റർ പേജ് നമ്പർ 114 അതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ മക്കളെ നോക്കാം. ഹാവ് യു എവർ ക്ലൈംബ്ഡ് എ മൗണ്ടെയിൻ? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു മൗണ്ടെയിനിൽ കയറിയിട്ടുണ്ടോ? മൗണ്ടെയിൻ എന്താണ്? പർവ്വതം. കയറിയിട്ടുണ്ടോ? ഇമാജിൻ ക്ലൈംബിങ് എ സ്റ്റീപ്പ് ടവറിങ് മൗണ്ടെയിൻ. ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഒരു കുത്തനെയുള്ള ടവർ പോലെയുള്ള ഒരു മൗണ്ടെയിനിൽ നിങ്ങൾ കയറുന്നു. ഒന്ന് ചിന്തിച്ച് നോക്കൂ. വാട്ട് തോട്ട്സ് ആൻഡ് ഇമോഷൻസ് വുഡ് ഗോ ത്രൂ യുവർ മൈൻഡ്? എന്തൊക്കെ ചിന്തകൾ അല്ലെങ്കിൽ എന്തെല്ലാം ഇമോഷൻസ് എന്താണ്? വികാരങ്ങൾ. സന്തോഷമാണോ, പേടിയാണോ, എന്തൊക്കെയാണ് നിങ്ങളിൽ വരിക? ലെറ്റ് us read the poem. നമുക്ക് ഈ പോയം വായിക്കാം. ഡോർസ് ഓഫ് ഡെയറിങ്. എന്താണ് ഡോർസ് ഓഫ് ഡെയറിങ്? ഒരു കാര്യം ചെയ്യാൻ നമ്മൾക്ക് എന്തുണ്ട്? ഒരു ധൈര്യമുണ്ട് അല്ലേ? ആ ധൈര്യം കാണിക്കാനുള്ള വാതിൽ, അതാണ് ഈ ഒരു പാഠം. അത് എഴുതിയിരിക്കുന്ന ആരാണ്? ഹെൻറി വാൻ ഡൈക്ക് ജൂനിയർ. അതാരാണ്? ഇതാ തന്നിട്ടുണ്ട്. പേജ് നമ്പർ 115 നോക്കൂ. അപ്പം മക്കളെ നോക്കൂ. ഹെൻറി വാൻ ഡൈക്ക് ജൂനിയർ, അമേരിക്കൻ റൈറ്റർ ആൻഡ് പോയറ്റ്. Henry van Dyke Jr. was born in 1852 in Germantown, USA. He became popular for a wide range of poetry that explored various aspects of religion and a man's relationship with nature. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം എന്തൊക്കെയാണ്? മനുഷ്യന് നേച്ചറുമായിട്ടുള്ള ഒരു ബന്ധം, അതിനെപ്പറ്റി ഒരുപാട് പോയട്രി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നെ എന്താണ്? റിലീജിയൻ്റെ വേരിയസ് ആസ്പെക്ട്സ്. റിലീജിയൻ എന്താണ്? മതം. അതിൻ്റെ ഒരുപാട് തലങ്ങളെപ്പറ്റി അദ്ദേഹം എഴുതിയിട്ടുണ്ട് പോയട്രി. അതിലാണ് അദ്ദേഹം വെൽ നോൺ ആയിട്ടുള്ളത്. ഹി വാസ് എ പ്രൊഫസർ. അദ്ദേഹം ആരായിരുന്നു? പ്രൊഫസർ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ഒരു പ്രൊഫസറായിരുന്നു അദ്ദേഹം അറ്റ് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി ഫോർ ഓവർ 20 years, ഒരു 20 വർഷത്തോളമായിട്ട്. ഇനി അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും 1-2 വർക്കുകൾ നമ്മൾ നോക്കണം. ഹിസ് നോട്ടബിൾ വർക്ക്സ് ആർ ദി അതർ വൈസ് മാൻ. എന്താണ്? ദി അതർ വൈസ് മാൻ. വേറെ എണ്ണം ദി ഫസ്റ്റ് ക്രിസ്മസ് ട്രീ. ഇപ്പോൾ 2 നമ്മൾ പഠിച്ചു. ഇനി അദ്ദേഹം മരിച്ച വർഷം ഹി പാസ്ഡ് അവേ ഇൻ 1933. ഇത്രയും നമ്മൾ നോക്കാം. ഇനി നമുക്ക് പോയി നോക്കിയാലോ. The mountains that enfold the vale with the walls of granite steep and high invite the fearless foot to scale their stairway toward the sky. The restless, deep, dividing sea that flows and foams from shore to shore calls to its sunburned chivalry. Push out, set sail, explore. And all the bars at which we fret that seem to prison and control are but the doors of daring set ajar before the soul. ഒന്നുകൂടെ ഫസ്റ്റ് ആൻസർ നോക്കാം. The mountains that enfold the vale with walls of granite steep and high. എന്താണ് ഈ മൗണ്ടെയിൻ എന്ന് പറയുന്നത്? എവിടെയാണ്? ഒരു കൊടുമുടി അല്ലേ? ആ ഒരു കൊടുമുടി എങ്ങനെയുള്ളതാണ്? ദാറ്റ് എൻഫോൾഡ് ദി വെയിൽ. എന്താണ് വെയിൽ എന്ന് പറഞ്ഞാൽ? താഴ്വാരം. ഈ താഴ്വാരത്തെ എന്ത് ചെയ്തിരിക്കുന്നു? എൻഫോൾഡ് ചെയ്തിരിക്കുന്നു, പൊതിഞ്ഞിരിക്കുന്നു. താഴ്വാരം കാണാൻ പറ്റില്ല. മുകളിൽ നിന്ന് നമ്മൾ നോക്കിയാൽ താഴ്വാരം കാണില്ല. മൗണ്ടൻ അത്രത്തോളം അതിനെ ഇങ്ങനെ കവർ ചെയ്തിങ്ങനെ സ്റ്റീപ്പായിട്ട് നിൽക്കുവാണ്, കുത്തനെ നിൽക്കുവാണ്. എങ്ങനെയാണ് അത് കവർ ചെയ്തിരിക്കുന്നത്? വിത്ത് വോൾസ് ഓഫ് ഗ്രാനൈറ്റ് അല്ലേ? ഗ്രാനൈറ്റ് ആണ് അതിനകത്ത് ഉള്ളത്. ഗ്രാനൈറ്റ് വെച്ചിട്ട് എന്താണ് ആ മൗണ്ടൻ ഉണ്ടാക്കിയിരിക്കുന്നത്? ഒരു ശില കൊണ്ടല്ലേ മക്കളെ? ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് ഒരു ശിലയാണ്. അതാണ് ഈ പറയുന്നത് വിത്ത് വോൾസ് ഓഫ് ഗ്രാനൈറ്റ്. അതായത് നമ്മുടെ താഴ്വാരം ഒരു ഗ്രാനൈറ്റിൻ്റെ ഒരു മതിൽ കൊണ്ട് പൊതിഞ്ഞതുപോലെ കാണപ്പെട്ടു. ഈ മൗണ്ടെയിൻ അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ കിടന്നപ്പോൾ എന്തുപോലെയാണ് നമ്മൾ താഴ്വാരത്തെ അല്ലെങ്കിൽ വെയിലിനെ കണ്ടത്? ഒരു ഗ്രാനൈറ്റ് വോള് കൊണ്ട് അതിനെ ഇങ്ങനെ മറച്ചല്ലെങ്കിൽ പൊതിഞ്ഞു വച്ചിരിക്കുന്നത് പോലെ കാണപ്പെട്ടു. പിന്നെ ഗ്രാനൈറ്റിൻ്റെ ആ വോള് എങ്ങനെയുള്ളതാണ്? സ്റ്റീപ്പ് ആൻഡ് ഹൈ, കുത്തനെയുള്ളത്, ഉയരമുള്ളതാണ്. അതെന്ത് ചെയ്യുന്നു? ഇൻവൈറ്റ് ദ ഫിയർലെസ് ഫൂട്ട് ടു സ്കെയിൽ ദെയർ സ്റ്റെയർവേ ടുവേർഡ് ദി സ്കൈ. അതെന്ത് ചെയ്യുകയാണ്? ക്ഷണിക്കുകയാണ്. ആരെ? പേടിയുള്ള ആൾക്കാരെ ആണോ? അല്ല. ഫിയർലെസ്, ധൈര്യമുള്ള ആൾക്കാർ, പേടിയില്ലാത്ത ആൾക്കാരെ, പേടിയില്ലാത്ത പാദങ്ങളെ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇതിലൂടെ നടന്നു പോകാൻ ധൈര്യമുള്ള ആൾക്കാരെയാണ് വിളിക്കുന്നത് അല്ലേ? അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരെ വിളിക്കുന്നു. എന്തിന്?
to scale their stairway toward the sky. കണ്ടോ, അവരിങ്ങനെ കയറി മുകളിൽ പോകുന്നു. എങ്ങോട്ടേക്ക് പോകുന്നു? സ്കൈയിലേക്കുള്ള ഒരു വാതിലാണ് ഈ മൗണ്ടൈൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ എന്താണ്? മൗണ്ടൈൻ്റെ ഉയരമല്ലേ മക്കളെ അത് കാണിക്കുന്നത്? എത്രയും ഉയരത്തിലാണ് ഈ മൗണ്ടൈൻ എന്നല്ലേ അവിടെ കാണിക്കുന്നത്? ആ ഉയരത്തിലുള്ള മൗണ്ടൈനിൻ്റെ അറ്റത്ത് ദേ നോക്കൂ, ആകാശത്തിൻ്റെ വാതിലല്ലേ അവിടെ ഉള്ളത്. ആകാശത്തിൻ്റെ ആ വാതിൽ കടന്ന് മുകളിലേക്ക് ആകാശത്തിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ആകാശത്തെ തൊട്ട് നിൽക്കാൻ ആരെ ക്ഷണിക്കുന്നു? ഫിയർലെസ് ഫൂട്ട്സിനെ ക്ഷണിക്കുന്നു. ഫിയർലെസ് ആയിട്ടുള്ള ഫൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പേടിയില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ ധൈര്യമുള്ള ആളുകളെ അവർ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ആര്? മൗണ്ടൈൻ. The restless deep dividing sea that flows and foams from shore to shore. അത്രയും നോക്കാം. ദി റെസ്റ്റ്ലെസ് എന്ന് വെച്ചാൽ എന്താണ്? ഇങ്ങനെ എന്താണ്? ചഞ്ചലമായത് എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും ഇങ്ങനെ ഇളകി മറിഞ്ഞ ശാന്തമായിട്ടുള്ളതാണോ? എപ്പോഴെങ്കിലും സീ റെസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. എപ്പോഴും ഇങ്ങനെ ഇളകി മറിഞ്ഞിങ്ങനെ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡീപ്പായിട്ടുള്ള ആഴമുള്ള ഡിവൈഡിങ് സീ. എന്താണ് ഡിവൈഡിങ് സീ? കോണ്ടിനെൻസിനെ ഡിവൈഡ് ചെയ്യുന്ന സീ ആണല്ലേ, വേർതിരിക്കുന്നതാണ് കടൽ. അത് ദാറ്റ് ഫ്ലോസ് ആൻഡ് ഫോംസ് ഫ്രം ഷോർ ടു ഷോർ. അത് എന്ത് ചെയ്യുന്നു? തീരങ്ങളിൽ നിന്ന് തീരങ്ങളിലേക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇങ്ങനെ ഒഴുകി വരുന്നു, നുരഞ്ഞ് പതഞ്ഞ് വരുന്നു അല്ലേ? തിരമാലയുടെ അറ്റം കണ്ടിട്ടില്ലേ? ഫോംസ് ആണ്. എന്താണ്? പതയാണ് അല്ലെങ്കിൽ നുരയാണ്. കോൾസ് ടു ഇറ്റ്സ് സൺബേൺ ഷിവൽറി. അതും ആരെ വിളിക്കുന്നു? ധൈര്യമുള്ള ആളുകളെ വിളിക്കുന്നു. എന്താണ്? സൂര്യതാപം എന്ന് പറയും. എന്താ ഇത്രയും ഒരു കടൽ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഭയങ്കര ചുട്ടുകൊള്ളുന്ന ചൂടായിരിക്കും കടലിൽ അല്ലേ? അവിടേക്ക് വിളിക്കുകയാണ്, വരൂ, നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ സൺബേൺ, സൂര്യൻ്റെ എന്താണ്, നമ്മൾ ഈ സൂര്യാഘാതമൊക്കെ ഏറ്റ് പൊള്ളത്തില്ലേ, അതിനാണ് നമ്മൾ സൺബേൺ എന്ന് പറഞ്ഞത്. അതൊക്കെ വകവെച്ചാൽ ഷിവൽറി, ധൈര്യമുള്ളവർ അല്ലേ? അതൊന്നും വകവയ്ക്കാതെ വളരെ ധൈര്യമുള്ള ആൾക്കാരെ ആര് വിളിക്കുന്നു? കടൽ വിളിക്കുന്നു. എന്നിട്ട് പറയുന്നത് പുഷ് ഔട്ട്, സെറ്റ് സെയിൽ ആൻഡ് എക്സ്പ്ലോർ. എന്താണ്? നിങ്ങൾ ഇങ്ങോട്ട് വരൂ, റെഡിയാകൂ, വന്നിട്ട് എന്ത് ചെയ്യണം? സെറ്റ് സെയിൽ, നിങ്ങളുടെ യാത്ര നിങ്ങൾ തയ്യാറാക്കൂ. എന്നിട്ട് എന്ത് പറയുന്നു? ആൻഡ് എക്സ്പ്ലോർ, എന്ത് ചെയ്യുക? നിങ്ങൾ അവിടെ ഒക്കെ എക്സ്പ്ലോർ ചെയ്യുക, പര്യവേഷണം നടത്തുക എന്ന് പറയും. കടലിൽ ഒരുപാട് കാഴ്ചകളില്ലേ കാണാൻ. അപ്പോൾ ആരെയാണ് വിളിക്കുന്നത്? വളരെ ധൈര്യമുള്ള ആളുകളെ വിളിക്കുകയാണ്. ഈ സൂര്യൻ്റെ ചൂടൊന്നും വകവയ്ക്കാതെ ഇപ്പോൾ കടലിലേക്ക് വരാൻ നിങ്ങൾ ധൈര്യം കാണിക്കുന്നു. നിങ്ങൾ വരൂ, എന്നിട്ട് എന്ത് ചെയ്യൂ? നിങ്ങളുടെ യാത്ര ആരംഭിക്കൂ, നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യൂ. നിങ്ങളുടെ മുന്നിൽ ഇതാ വിശാലമായ ഒരു ലോകം ഇവിടെ തുറന്ന് കിടപ്പുണ്ട് എന്ന് പറയും. ആൻഡ് ഓൾ ദ ബാർസ് അറ്റ് വിച്ച് വി ഫ്രെറ്റ് that seem to prison and control are but the doors of daring set ajar before the soul. എന്താണ് ബാർസ് എന്ന് പറഞ്ഞാൽ? എന്താ മക്കളെ? ബാർ എന്ന് വെച്ചാൽ അഴികൾ, നമ്മുടെ മുന്നിലുള്ള തടസ്സങ്ങൾ. നമ്മളൊരു അഴിക്കുള്ളിലായി എന്ന് പറയത്തില്ലേ മക്കളെ? ജയിലിലൊക്കെ അഴിക്കുള്ളിലായി. വീട്ടിലാണെങ്കിൽ പോലും അഴികൾ, 4 ചുവരുകളും അതിനകത്ത് അഴികളും, എന്താണ് ഒരു റൂമിനകത്ത് അല്ലെങ്കിൽ വീടിനകത്ത്, ഇതൊക്കെ നമ്മൾ അഴികൾ എന്ന് പറയും. ഇതിന് നമുക്ക് തടസ്സം എന്നർത്ഥവും കൂടെ ഉണ്ട് കേട്ടോ. വിച്ച് വി ഫ്രെറ്റ്, നമ്മൾ പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ക്ലേശിക്കുന്ന, നമ്മൾ വേദനിക്കുന്ന എന്തൊക്കെയോ തടസ്സങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അല്ലേ? അത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളെ കൺട്രോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളെ തടവിലാക്കുകയാണ്. അത് കാരണം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആർ ബട്ട് ദ ഡോർസ് ഓഫ് ഡെയറിങ് സെറ്റ് അജാർ ബിഫോർ ദി സോൾ. അപ്പോൾ എന്താണ്? ഈ സംഭവങ്ങളൊക്കെ എന്ത് തന്നെയാണ്? നമ്മുടെ ധൈര്യം കാണിക്കാനുള്ള വാതിൽ നമ്മുടെ ആത്മാവിന് മുന്നിൽ ചെറിയ രീതിയിൽ തുറന്നിടുന്ന ഒന്ന് തന്നെയാണ്. മനസ്സിലായോ? നമ്മൾക്ക് എന്തുണ്ട്? നമുക്കൊരു ധൈര്യമുണ്ടല്ലേ, നമ്മൾക്ക് എന്തോ ലക്ഷ്യമുണ്ട്. അത് കാണിക്കാൻ നമ്മുടെ മുന്നിലൊരു വാതിൽ ചെറിയ രീതിയിലെങ്കിലും ഇവ എന്ത് ചെയ്യുന്നുണ്ട്? തുറന്നിടുന്നുണ്ട്. ഈ തടസ്സങ്ങളൊക്കെ തന്നെയാണ്. നമ്മുടെ മുന്നിൽ എന്തെങ്കിലും ഒരു ചലഞ്ച് വരുമ്പോഴാണ് അത് നമ്മൾ എന്താക്കി എടുക്കുന്നത്? ഓപ്പർച്യൂണിറ്റി ആക്കി എടുക്കുന്നത് അല്ലേ? ഈ ചലഞ്ച് ഓപ്പർച്യൂണിറ്റി ആക്കി എടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? നമുക്ക് വിൻ ചെയ്യാൻ പറ്റൂ അല്ലേ? നമ്മുടെ മുന്നിലൊരു പ്രോബ്ലവും ഇല്ല, നമ്മളൊരു സ്മൂത്തായിട്ടങ്ങ് പൊയ്ക്കൊണ്ടിരുന്നാൽ നമ്മളെന്നും അതേപോലെ അങ്ങ് പോകും. പക്ഷെ നമുക്കൊരു പ്രോബ്ലം വരുന്നു, നമ്മൾ അതിൽ നിന്നും രക്ഷപ്പെടണം. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു പ്രോബ്ലത്തെ നമ്മളൊരു ചലഞ്ചാക്കി എടുത്ത്, അല്ലെങ്കിൽ അതൊരു ഓപ്പർച്യൂണിറ്റി ആക്കി എടുത്ത് നമ്മൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ, അല്ലെങ്കിൽ അതിൽ നിന്നും ഒന്ന് മോചിപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. അങ്ങനെയാണ് നമുക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാകുന്നത്, അതുവഴി മാർഗങ്ങൾ ഉണ്ടാകുന്നു, നമ്മൾ എന്ത് ചെയ്യും? ജയിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ എന്തു തന്നെയാണ്? നമുക്ക് തരുന്ന ഒരു അവസരമാണ്. നമ്മുടെ മുന്നിൽ അജാർ എന്ന് പറഞ്ഞാൽ എന്താ? അല്പം തുറന്ന എന്താണ്? നമ്മുടെ ധൈര്യം
ഈ ധൈര്യം കാണിക്കാനുള്ള വാതിലുകൾ തന്നെയാണ് ഈ തടസ്സങ്ങൾ അല്ലെങ്കിൽ ഈ അഴികളെന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെ എന്തുകൊണ്ട് ആക്ടിവിറ്റീസും ഉണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് നോക്കാം. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. എന്താണ്? ഹൗ ഡു ദ മൗണ്ടെയിൻസ് എൻഫോൾഡ് ദി വെയിൽ? മൗണ്ടെയിൻസ് എന്താണ്? താഴ്വാരത്തെ എന്ത് ചെയ്തിരിക്കുന്നു? മൂടിയിരിക്കുന്നു, പൊതിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ? എങ്ങനെയാണത്? ദ മൗണ്ടെയിൻസ് എൻഫോൾഡ് ദ വെയിൽ വിത്ത് സ്റ്റീപ്പ് ഹൈ ഗ്രാനൈറ്റ് വാൾസ് അല്ലേ? ഇനി വൈ ഡസ് ദ പോയറ്റ് ഡിസ്ക്രൈബ് ദ മൗണ്ടെയിൻസ് ആസ് ദി സ്റ്റെയർവേ ടു ദി സ്കൈ? സ്കൈയിലേക്കുള്ള സ്റ്റെയർവേ ആണ് എന്ന് പറഞ്ഞില്ലേ? എന്തിനെ? മൗണ്ടെയിനെ. എങ്ങനെ? The poet calls the mountains a stairway to the sky because their height invites climbing and reaching upward. It looks like it touches the sky. അല്ലേ? ഈ മൗണ്ടെയിൻ്റെ എൻഡ് കണ്ടാൽ എന്തുപോലെ തോന്നും? അത് എന്തിനെ ടച്ച് ചെയ്യുന്നതായിട്ട്? സ്കൈയെ ടച്ച് ചെയ്യുന്നതായിട്ട് തോന്നും. അപ്പോൾ അദ്ദേഹം ആ മൗണ്ടെയിൻ എന്ത് ചെയ്യുകയാണ്? എല്ലാവരെയും അങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. എന്തിന്? ഈ ഒരു മൗണ്ടെയിൻ വഴി ക്ലൈംബ് ചെയ്ത് മുകളിൽ സ്കൈയിൽ എത്തിച്ചേരാനായിട്ട് വിളിക്കുന്നു. വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ സൺബേൺഡ് ഷിവൽറി? എന്താണ്? സൂര്യാഘാതമേറ്റ ധൈര്യം അല്ലേ? എന്താണ്? നമ്മുടെ ധൈര്യത്തിലും എന്താണ്? സൂര്യാഘാതമേറ്റ് നമ്മുടെ ധൈര്യം ചോർന്നു പോയോ? ഇല്ല, നമ്മൾ അവിടെ മുന്നോട്ട് പോയില്ലേ? എന്താണ്? സൺബേൺഡ് ഷിവൽറി റെഫേഴ്സ് ടു ബ്രേവ് adventurous people who endure the tough conditions of the sea, showing courage and heroism അല്ലേ? എന്താണ്? ഈ സീലെന്ന് പറഞ്ഞാൽ വളരെ ടഫ് കണ്ടീഷൻ അല്ലേ? അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയി എന്ത് ചെയ്യുകയാണ്? നേടിയെടുക്കുകയാണ്. വളരെ ധൈര്യത്തോടെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ബ്രേവ് ആയിട്ടുള്ള ആൾക്കാർ മുന്നോട്ട് പോയി. അതെന്ത് കാണിക്കുന്നു? അവരുടെ കറേജാണ്, അവരുടെ ഹീറോയിസമാണ് അവിടെ കാണുന്നത്. അടുത്തത്, വിച്ച് ലൈൻസ് ഓഫ് ദ പോയം suggest we should treat limitations as opportunities for success? കണ്ടോ? ലിമിറ്റേഷൻസിനെ സക്സസിൻ്റെ ഓപ്പർച്യൂണിറ്റീസായി കാണണം എന്ന് പറയുന്നില്ലേ? ആ വരികൾ ഏതാണ്? ആൻഡ് all the bars at which we fret that seem to prison and control are but the doors of daring set ajar before this all. എന്താണ് ആ വരികളുടെ അർത്ഥം? ഇനി പറയണ്ടല്ലോ, അത്രയേ ഉള്ളൂ, നമ്മളിപ്പോൾ പറഞ്ഞല്ലേ ഉള്ളൂ. ഇനി 5, ഹൗ ഡസ് ദ പോയറ്റ് വോണ്ട് ദ റീഡർ ടു ലുക്ക് അറ്റ് ലൈഫ്സ് ചലഞ്ചസ്? ലൈഫിൻ്റെ ചലഞ്ചസിനെ എങ്ങനെ കാണണം എന്നാണ് പോയറ്റ് പറയുന്നത് റീഡറിനോട്? ദ പോയറ്റ് വോണ്ട്സ് ദ റീഡർ ടു സീ ലൈഫ് ചലഞ്ചസ് ആസ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗ്രോത്ത് ആൻഡ് അഡ്വഞ്ചർ. ഈ ചലഞ്ചസ് ഒക്കെ എന്താണ്? ഓപ്പർച്യൂണിറ്റീസ് ആണ്. എന്തിന്? ഗ്രോത്തിനും അഡ്വഞ്ചറിനുമുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് എന്ന് പറയുന്നു. അഡ്വഞ്ചർ എന്താണ്? സാഹസികമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി ആക്ടിവിറ്റി 1 നോക്കൂ. ഫൈൻഡ് സം ഫേമസ് കോട്ട്സ് അബൌട്ട് ബ്രേവറി ആൻഡ് കറേജ്. ധൈര്യം, ബ്രേവറി, കറേജ് ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള കുറച്ച് ഫേമസ് കോട്ട്സ് തപ്പിയെടുക്കുക. റൈറ്റ് ദം ബിലോ. യു ക്യാൻ സെർച്ച് ഓൺലൈൻ ഓർ റെഫർ ടു ബുക്സ്. ഓൺലൈനിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഒത്തിരി കിട്ടുമല്ലോ. കുറച്ച് പറയാം. കറേജ് ഈസ് നോട്ട് ദി ആബ്സെൻസ് ഓഫ് ഫിയർ ബട്ട് ദ ട്രയംഫ് ഓവർ ഇറ്റ്. കറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിയർ ഇല്ല എന്നുള്ളതല്ല, പേടിയില്ല എന്നുള്ളതല്ല ധൈര്യം. പിന്നെ എന്താണ്? നമ്മൾ അതിനെ കീഴ്പ്പെടുത്തി വിജയിക്കുന്നതാണ് ധൈര്യം എന്ന് പറയുന്നത്. ദി ഓൺലി തിങ് വി ഹാവ് ടു ഫിയർ ഇസ് ഫിയർ ഇറ്റ് സെൽഫ്. നമ്മൾ പേടിക്കേണ്ടുന്ന ഒരേ ഒരു കാര്യം എന്ത് തന്നെയാണ്? പേടി തന്നെയാണ്. ഫോർച്യൂൺ ഫേവേഴ്സ് ദി ബ്രേവ്. ഈ നമ്മൾ പറയത്തില്ല ചിലർക്ക് ഭാഗ്യമുണ്ട്. ഭാഗ്യം ആരെയാണ് തുണയ്ക്കുന്നത്? ധൈര്യമുള്ള അല്ലെങ്കിൽ മുന്നോട്ട് വന്ന് ചെയ്യുന്ന ആൾക്കാരെയാണ് തുണയ്ക്കുന്നത്. യു മസ്റ്റ് ഡു ദ തിങ് യു തിങ്ക് യു കാൻ നോട്ട് ഡു. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് കരുതുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഡു വൺ തിങ് എവറി ഡേ ദാറ്റ് സ്കെയർസ് യു. നിങ്ങളെ പേടിപ്പിക്കുന്ന എന്തോ ഒരു കാര്യമുണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? അതിൽ ഒരു കാര്യം വെച്ച് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുക. ദിവസവും നിങ്ങൾക്ക് പേടിയുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്യുക. ഇനി ഡൗട്ട് കിൽസ് മോർ ഡ്രീംസ് ദാൻ ഫെയിലുവർ എവർ വിൽ. എന്താണ്? നമ്മൾ തോറ്റു, ഒരു പരീക്ഷയ്ക്ക് നമ്മൾ തോറ്റു, അത് ഒരു പ്രാവശ്യം തോറ്റു, 2 പ്രാവശ്യം തോറ്റു, പിന്നെ നമ്മൾ നിർത്തി. പക്ഷേ പറ്റുമോ എന്നുള്ള ഒരു ഡൗട്ടാണ് ഏറ്റവും കൂടുതൽ നമ്മളെ കൊല്ലുന്നത്, ഫെയിലുവർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കേട്ടോ. യു വിൽ നെവർ ഡു എനിത്തിങ് ഇൻ ദ വേൾഡ് വിതൗട്ട് കറേജ്. ധൈര്യമില്ലാതെ ഈ ഭൂമിയിലൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല. അത്രയേ ഉള്ളൂ. ആക്ടിവിറ്റി 2, ലുക്ക് അറ്റ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോയം. പോയത്തിലെ ലൈൻസ് ആണ്. ആൻഡ് ഓൾ ദി bars at which we fret that seem to prison and control are but the doors of daring set ajar before the soul. Identify the rhyming words.
ഓ 5ാം ക്ലാസ്സിലെ പിള്ളേർക്ക് ഇപ്പോൾ ചോദിച്ചതാണ് റൈമിംഗ് വേർഡ്സ്. 7ാം ക്ലാസ്സിലെ പിള്ളേർ പറ. ഫ്രെറ്റ്, സെറ്റ്, കൺട്രോൾ, സോൾ, അതാണ് റൈമിംഗ് വേർഡ്സ് കേട്ടോ. ഫൈൻഡ് ഔട്ട് ദി റൈം സ്കീം ഉണ്ടോ. അപ്പം ഫ്രെറ്റിന് നമ്മൾ എന്ത് കൊടുത്തു മക്കളെ? എ എന്ന്. ഇപ്പം റൈം സ്കീം ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പറയാം മക്കളെ. റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ലൈനിൻ്റെ ലാസ്റ്റ് വരുന്ന വേർഡ്സ് ആണ് നോക്കേണ്ടത്. അപ്പം 4 ലൈൻസ് തരുവാണെങ്കിൽ 4 ലൈനിൻ്റെയും ലാസ്റ്റ് വരുന്ന വേർഡ്സ് ആണ് നോക്കേണ്ടത്. ഉച്ചരിക്കുന്നത് ഒരുപോലെയാണോ, സിമിലാരിറ്റി ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ ഫ്രെറ്റ് എന്ന് പറഞ്ഞ ഒരെണ്ണം പറഞ്ഞു, തൊട്ട് താഴെ കൺട്രോൾ, അത് തമ്മിൽ ബന്ധമില്ല. അപ്പോൾ ഫ്രെറ്റിന് നമ്മൾ എ കൊടുത്തു, കൺട്രോളിന് നമ്മൾ ബി കൊടുത്തു. അപ്പോൾ അതാണ്ട് സെറ്റ്, ഫ്രെറ്റ്, സെറ്റ് ഒരുപോലെ. അപ്പോൾ ഫ്രെറ്റിന് കൊടുത്ത എ തന്നെ എന്തിനും കൊടുക്കണം? സെറ്റിനും കൊടുക്കണം. സോൾ, കൺട്രോൾ, സോൾ ഒരുപോലെ. അപ്പോൾ അതിനും എന്ത് കൊടുത്തു? ബി കൊടുത്തു. ഇനി അത് നേരത്തെ അങ്ങ് എഴുതിയാൽ മതി. എ ബി എ ബി, അതാണ് എന്ത്? റൈം സ്കീം. ഇനി ആക്ടിവിറ്റി 3. Find out the words that alliterate in the lines given below and write it in the space provided. Alliteration. എന്താ മക്കളെ alliteration എന്ന് പറഞ്ഞാൽ? ഒരു വരിയിലുള്ള വാക്കുകളുടെ ആദ്യത്തെ അക്ഷരം അല്ലെങ്കിൽ ആദ്യത്തെ സൗണ്ട്, അക്ഷരത്തിനേക്കാൾ സൗണ്ടാണ്. ഇപ്പോൾ ഒരു വരി നോക്കൂ മക്കളെ. ദ റെസ്റ്റ്ലെസ് ഡീപ്പ് ഡിവൈഡിങ് സീ, അതിൽ 4 വാക്കുകളുണ്ട്. ദി റെസ്റ്റ്ലെസ് 5 എണ്ണം. ദി റെസ്റ്റ്ലെസ് ഡീപ്പ് ഡിവൈഡിങ് സീ. ഇതിൽ ദ സൗണ്ട്, അടുത്തത് റ്, അടുത്തത് ഡ്, അടുത്തത് ഡ്, അടുത്തത് സ്. എന്താണ്? ഓരോ വാക്കും ആരംഭിച്ച സൗണ്ട്സ് ആണ് ഞാൻ പറഞ്ഞത്. ഒന്നുകൂടി പറയാം. ആദ്യത്തെ വാക്ക് നോക്ക്, ദി, ദ സൗണ്ട്. അടുത്തത് റെസ്റ്റ്ലെസ്, ഏത് സൗണ്ടിലാണ് ആരംഭിച്ചത്? റ്. അത് കഴിഞ്ഞ് വന്ന് ഡീപ്പ്, ഏത് ലെറ്റർ, ഏത് സൗണ്ടാണ്? ഡ്. ഡിവൈഡിങ്, ഏത് സൗണ്ടാണ്? ഡ്. വീണ്ടും സി, സ്. ഇനി അല്ലിറ്ററേഷൻ വരണമെങ്കിൽ എന്താണ്? ആദ്യം വന്ന ആ സൗണ്ട്സ് ഇല്ലേ ഓരോ വാക്കിലെയും, അത് ഒരു വരിയിൽ 2 എണ്ണമെങ്കിലും ഒരുപോലെ പറഞ്ഞാൽ അതാണ് അല്ലിറ്ററേഷൻ. ഇവിടെ നോക്ക് ഉദാഹരണം. ഡീപ്പ് ഡിവൈഡിങ്, ഡ്, ഡ്. ആദ്യത്തെ വാക്കിൻ്റെ ആദ്യത്തെ സൗണ്ട് ആയിരിക്കണം. ഇടയ്ക്കൊന്നും ആയാൽ പറ്റത്തില്ല. അതൊക്കെ അസൊണൻസിലാണ്. അല്ലിറ്ററേഷനിൽ ആദ്യത്തത് തന്നെ വരണം. ആ വാക്കുകളിലെ ആദ്യത്തെ സൗണ്ട്, അതായത് ആദ്യത്തെ വാക്കിൻ്റെ സൗണ്ടൊന്നൊന്നുമില്ല, ഇടയ്ക്കൊക്കെ ഉള്ള ഏത് വാക്കായാലും മതി. ഒരു വരിയിൽ ഇപ്പോൾ 5 വാക്കല്ല 6 വാക്കല്ല 7 വാക്കുണ്ടായിക്കോട്ടെ, ആ ഒരു വരിയിൽ ഏതെങ്കിലും 2 സൗണ്ട്സ് ഒരുപോലെ തുടങ്ങിയാൽ, ഏതെങ്കിലും 2 വാക്കുകൾ ഒരുപോലെ ഉച്ചരിച്ച് തുടങ്ങിയാൽ അങ്ങനെ. ഇവിടെ കണ്ടോ, ഡീപ്പ് ഡിവൈഡിങ്, 2ഉം ഡ് ആണ്. അത് അല്ലിറ്ററേഷൻ ആണ്. അപ്പോൾ തൊട്ടടുത്ത് നിങ്ങൾ തന്നെ നോക്കും മക്കളെ. ദാറ്റ് ഫ്ലോസ് ആൻഡ് ഫോംസ്, ഫ്, ഫ് കണ്ടോ, അത് അല്ലിറ്ററേഷൻ. ഇനി ഷോർ ടു ഷോർ, ഷ്, ഷ്, അത് വരും. ഇനി സെറ്റ്, സേ, സ്, സ്, ഇത് ഇത്രയും എന്താണ്? അല്ലിറ്ററേഷനാണ്. അപ്പോൾ എന്താണ് അല്ലിറ്ററേഷൻ എന്ന് മനസ്സിലായോ? അടുത്തത് എന്താണ്? ആക്ടിവിറ്റി 4. Read the following lines. The mountains that enfold the vale with the walls of granite, steep and high, invite the fearless foot to scale their stairway toward the sky. We get a visual image of the mountains. അല്ലേ? ഈ പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ മൗണ്ടൻ ഏകദേശം കണ്ടതുപോലെയല്ലേ? അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വിഷ്വൽ ഇമേജ്. വിഷ്വൽ എന്താണ്? കാണുന്നത്. They tell us how the mountains look. അല്ലേ? മൗണ്ടൻ കാണാൻ എങ്ങനെയുണ്ട് എന്നല്ലേ ആ വിഷ്വൽ ഇമേജ് അല്ലെങ്കിൽ വാക്കുകളിലൂടെ നമുക്ക് കിട്ടിയത്. ആ വിഷ്വൽ ഇമേജ് ഇൻ ദ പോയം ഈസ് വിവിഡ് പിക്ചർ ഓഫ് വേർഡ്സ്. നമ്മുടെ വേർഡ്സിൻ്റെ ആ ഒരു കൂട്ടത്തിൽ നമുക്ക് എന്ത് കിട്ടുന്നു? ആ ഒരു പറയുന്നതിനെ പറ്റിയിട്ട് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ നമ്മുടെ ഉള്ളിൽ കിട്ടുന്നെങ്കിൽ അതാണ് എന്ത്? വിഷ്വൽ ഇമേജ്. വിഷ്വൽ ഇമേജസ് മേക്ക് എ പോയം ബ്യൂട്ടിഫുൾ ആൻഡ് പവർഫുൾ. ഇനി ഫൈൻഡ് ഔട്ട് ദ വിഷ്വൽ ഇമേജസ് ഇൻ ദ ഫോളോയിങ് ലൈൻസ് ആൻഡ് ഡിസ്ക്രൈബ് ദം. തന്നിരിക്കുന്നത് നോക്കൂ. ദ റെസ്റ്റ്ലെസ് ഡീപ്പ് ഡിവൈഡിങ് സീ ദാറ്റ് ഫ്ലോസ് ആൻഡ് ഫോംസ് ഫ്രം ഷോർ ടു ഷോർ കോൾസ് ടു ഇറ്റ്സ് സൺബേൺ ഷിവൽറി പുഷ് ഔട്ട്സ് അറ്റ് സെയിൽ എക്സ്പ്ലോർ. ഇതിനകത്ത് വിഷ്വൽ ഇമേജ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഈ തന്നിരിക്കുന്നതിനകത്ത് വിഷ്വൽ ഇമേജസ് ഇല്ലേ? ഉണ്ട്. എന്തൊക്കെയാണ്? റെസ്റ്റ്ലെസ് ആൻഡ് ഡീപ്പ് സീ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചയാണ് അല്ലേ? എപ്പോഴും മൂവ് ചെയ്യുന്നൊരു സീ, ആഴമുള്ളത് നമുക്ക് കണ്ടുകൂടെ വിഷ്വൽ ഇമേജ്. വേവ്സ് ഫ്ലോയിങ് ആൻഡ് ഫോമിങ് അല്ലേ? അതും എന്താണ്? കാണുന്നതല്ലേ? വേവ് ഇങ്ങനെ വരുന്നതും പത വരുന്നതും ഒക്കെ. അതെ. ഇനി സൺബേൺ, സൂര്യാഘാതം ഒരാളുടെ ദേഹത്ത് ഏൽക്കുന്നതല്ലേ നമുക്ക് കാണാൻ പറ്റും. പിന്നെ എന്താണ്?
ഇത്രയുമൊക്കെ ഇവിടെ ഉള്ളു. പിന്നെ വേണമെങ്കിൽ നമുക്ക് എന്താ പറയാം, സെറ്റ് സെയിൽ എന്ന് പറയുന്നത്, അതായത് ഒരാൾ യാത്രയ്ക്ക് പോകാൻ റെഡിയാവുന്നു, അത് നമുക്ക് കാണാൻ പറ്റും. അതുകൂടെ വേണമെങ്കിൽ നമുക്കവിടെ പറയാം. ഇത്രയേ ഉള്ളൂ. വളരെ നിസ്സാരപ്പെട്ട ഒരു ചാപ്റ്റർ ആയിരുന്നു അല്ലേ, നല്ല ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ. ഇത് നല്ല മിടുക്കരായിട്ട് പഠിക്കുക. അടുത്ത ചാപ്റ്റർ ഒട്ടും വൈകാതെ ഇടുന്നതായിരിക്കും. മിടുക്കരായിട്ട് പഠിക്കണം. ഓൾ ദി ബെസ്റ്റ്.